ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ വരുന്ന ചില അപ്ഡേറ്റുകളുണ്ട്. വളരെ ചെറിയ അപ്ഡേറ്റുകളാണ്, പക്ഷെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളായിരിക്കും. പക്ഷേ ഇത് മാറ്റം വന്ന കാര്യം, അതായത് ചില അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് മാറിയ കാര്യം നമ്മൾ പോലും ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വളരെ ഉപകാരമുള്ള അപ്ഡേറ്റുകളായിരിക്കും. അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മാറിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വന്നിരിക്കുന്ന ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചാണ്, ചെറിയൊരു ഓപ്ഷൻ ആണ്. അത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നെയിംസ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ആ പ്രൊഫൈലിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനും എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് താഴെ റിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇവിടെ സ്റ്റാറ്റസുകൾ കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു കമൻറ്റ് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് സാധാരണ പണ്ട് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ സ്റ്റാറ്റസിൻ്റെ താഴെയായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രൊഫൈലിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതിന് പകരം വാട്സപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ സ്റ്റാറ്റസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഇവിടെ താഴെ ശ്രദ്ധിച്ചാൽ ഇവിടെ കണ്ടില്ലേ, റിപ്ലൈ എന്ന് പറഞ്ഞതിനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് പുതിയ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. വാട്സപ്പ് അപ്ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ലഭിക്കും. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ ആയിട്ട് തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്ഡേഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, റിപ്ലൈ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് പല ഫോണിലേക്കും പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് പറയാറുണ്ട് എപ്പോഴും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ യൂസേഴ്സിനും ഒരുമിച്ചല്ല വാട്സപ്പ് എന്ത് ചെയ്യുന്നത്, അപ്ഡേഷൻ നൽകുന്നത്. പല ആളുകൾക്കായിട്ടാണ് കൊടുക്കുന്നത്. അതായത് എനിക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നോളണമെന്നില്ല, ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടും വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇതേപോലെ നിങ്ങൾക്ക് റിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അറിയിക്കുക. ചില ആളുകൾക്ക് അപ്ഡേഷൻ വരുന്നത് വളരെ താമസിച്ചാണ്, ചിലപ്പോൾ 2-3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അതായത് എനിക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ ചിലപ്പോൾ 2-3 മാസമൊക്കെ ടൈം എടുക്കാറുണ്ട്. ചിലതാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വരാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേഷൻ എല്ലാവർക്കും ഒരുമിച്ച് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് റിപ്ലൈ ആയിട്ട് അയക്കുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.